ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും 6th സെം ഓൺലൈൻ ട്യൂഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് 12 ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1-ൻ്റെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് പോകുന്നത്. ബാക്കി കുറച്ച് ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ ഇനി പഠിക്കാനുള്ള ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ള ബാക്കി കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അടുത്തിന് പഠിക്കാനുള്ളത് കൺസെപ്റ്റ്സ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ എല്ലാ പോർഷൻസിലും നമ്മൾ എന്താണ് പറഞ്ഞത്, എന്താണ് നോർമൽ ബിഹേവിയർ, അതായത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മൈൻഡിലുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ സിംറ്റംസും എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മോഡലുകളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൺസെപ്റ്റ്സ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. നോർമൽ ബിഹേവിയറിൻ്റെ കൺസെപ്റ്റും അബ്നോർമൽ ബിഹേവിയറിൻ്റെ കൺസെപ്റ്റും. Okay, psychiatry as evident from the above is concerned with abnormal behavior in its broadest sense. ഓക്കെ, അതായത് സൈക്കാട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, മെൻ്റൽ ഹെൽത്ത് അല്ലെ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെയാണ് സൈക്കാട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് മാനസികമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറിനെ ഇച്ചിരി കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്കാട്രി എന്ന് പറയുന്നത്. ബട്ട് ഡിഫൈനിങ് ദ കൺസെപ്റ്റ്സ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ ആസ് സച്ച് ഹാസ് ബീൻ ഫൗണ്ട് ടു ഡിഫിക്കൾട്ട്. എന്നാൽ ന്യൂറോസിസ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD, ന്യൂറോസിസ്, ഫോബിക് ന്യൂറോസിസ്, ഇങ്ങനെ പല ടൈപ്പ് ന്യൂറോസിസ് ഉണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യൽ ഡിസോർഡേഴ്സ്, ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, കുട്ടികൾക്കുണ്ടാകുന്ന കോണ്ടക്ട് ഡിസോർഡേഴ്സ്, ഇമോഷണൽ ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സോഷ്യോപാത്ത്, സൈക്കോപാത്ത് എന്നുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ് ഉണ്ട്, ഡ്രഗ് അബ്യൂസ് ഉണ്ട്, പിന്നെ സൈക്കോ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്, ആസ്മ, സോറിയാസിസ് പോലുള്ള ചില ഡിസോർഡേഴ്സ്, മെൻ്റൽ റിട്ടാർഡേഷൻ മൈൽഡ് ഉണ്ട്. അതിൽ തന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് MR ഉണ്ട്, സിവിയർ MR ഉണ്ട്, പ്രൊഫൗണ്ട് MR ഉണ്ട്. ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് അതൊരു ക്ലാസിഫിക്കേഷൻ. അല്ലാതെ നമ്മൾ മെയിനായിട്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് ICD ആണ്. ഓക്കെ, ഇൻ്റർനാഷണലി ഫോളോ ചെയ്ത് വരുന്ന ICD ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ ഈ ശ്രീവാണി ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ തീരുകയാണ്.